ഒന്ന് ചോദിക്കട്ടെ, RSSുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുണ്ട് അല്ലേ? ഇല്ലല്ലേ, വായക്കയറി എന്ന വാക്ക് ദയവ് ചെയ്ത് പറയരുത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. RSSുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, നിങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേട്ടില്ല. പോട്ടെ, RSSുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിലപാടുണ്ട്. SDPI എന്ന സംഘടനയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ 96-ൽ സ്വീകരിച്ച അന്നത്തെ പാർട്ടി മുഖപത്രത്തിൽ വന്ന ലേഖനം ഇപ്പോൾ നന്നായി കറങ്ങുന്നുണ്ടല്ലോ. അതിലെ വാചകങ്ങളടക്കം പലതവണ വായിച്ചു പോയിട്ടുള്ളതാണ്, താങ്കൾക്കത് അറിയാവുന്നതുമാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എന്താ പറയുക, മുസ്ലിം രാഷ്ട്രമെന്ന നിലപാട്, അങ്ങനെ ഒരു ആശയമുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ ചർച്ച നടത്തുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തിട്ട് അവർ പോലും ഞങ്ങളെ ഇതായി പിന്തുണയ്ക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നായിരുന്നു ആ ലേഖനത്തിൽ പറഞ്ഞത്. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് UDFന് വോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊരു ന്യൂനപക്ഷ സംഘടനയിൽ, ന്യൂനപക്ഷ വിഭാഗത്തിൽ തീവ്ര നിലപാടെടുക്കുന്ന ഒരു ചെറിയ സംഘടന തീരുമാനിച്ചാൽ അതിനെ എങ്ങനെയാണ് വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കാനാവുക? ഒന്ന് പറയൂ. എത്ര സാഹസപ്പെട്ടിട്ടാണ് നിങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് വാദം ഉന്നയിക്കുന്നതെന്ന് തർക്കമില്ല. തെരഞ്ഞെടുപ്പിൽ 2024 നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 96-ലെ കാര്യം കൊണ്ടുവന്നവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. 76-ലെ കാര്യം കൊണ്ടുവന്നാൽ 76-ലെ കാര്യം കൊണ്ടുവരും ജനസംഘമായിട്ട് കൂടി ചേർന്ന് ജനതാ പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ച കാര്യം പറയാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് വർഗീയത കത്തിക്കാളുന്നു. പിന്നിട്ട് പോയ 11 കൊല്ലക്കാലമായിട്ട് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വർഗീയ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാതിരിക്കുക എന്നുള്ളത് എല്ലാ ജനാധിപത്യ പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് എല്ലാ വർഗീയതയും കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. അതിന് 96-ലെ കാര്യമല്ല പറയേണ്ടത്. ഇവിടെ BJPക്കാരുടെ വോട്ട് വാങ്ങുന്നു തൃശ്ശൂരിൽ. അതിന് പകരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും വെൽഫെയർ പാർട്ടിയെയും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിപ്പിക്കുന്നു. ഇവിടെ UDF അത് സംസാരിക്കുമ്പോൾ നിങ്ങൾ 46-ൽ എന്തായിരുന്നു, അതുപോലെ തന്നെ 51-ൽ എന്തായിരുന്നു എന്നല്ല പറയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലെ നിലയെന്താണ് നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ കഴിഞ്ഞ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ 80,000 വോട്ടുകൾ അവിടെ BJP കൊടുത്ത് ഇത്തവണ അവരുടെ 12,000 വോട്ടുകൾ നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്ന കാര്യമല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഒരു കാലത്തും ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിച്ചേർത്തിട്ടില്ല, SDPയുമായിട്ട് ഒന്നുചേർന്നിട്ടില്ല, അത് വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല. ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച ചെയ്യാണ്, SDPക്കാരുമായിട്ട് ഒന്നിച്ചെന്നോട് ചർച്ച ചെയ്യാണ്. അവരുടെ എല്ലാം വോട്ട് വാങ്ങിയെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. ജയിച്ചതിൽ SDPI ആദ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഇതെല്ലാം ഒരു പ്രത്യേകതയാണ് എന്ന് കാണാതെ കോൺഗ്രസ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഈ പഴയ കാര്യം? അത് അവർ പറയട്ടെ, അവർക്ക് അവരുടേതായ ന്യായം ഉണ്ടാവില്ല. നിങ്ങൾ ചാനലിന്റെ ആളെന്ന് പറയേണ്ട കാര്യം. പ്രകാശൻ, താങ്കൾ ഈ പറയുന്ന 2024-ലെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയത വല്ലാതെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന കാലം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഇവിടെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും BJP നയങ്ങളും ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിവസവും നിറയുമ്പോൾ ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ അപകടം എന്നതാണോ CPMന്റെ വിലയിരുത്തൽ? വ്യക്തത വരുത്തൂ. ഞങ്ങൾക്ക് ഈ വർഗീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട നിലപാട് ഞാൻ പറയാം. ഇന്ത്യയിൽ ആദ്യം പരാജയപ്പെടുത്തി ഇന്ത്യയെ രക്ഷിക്കേണ്ടത് RSSൽ നിന്നാണ് എന്ന കൃത്യമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിയുമായിട്ടും ധാരണയോ കൂട്ടുകെട്ടോ മുന്നണിയോ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, ഉണ്ടാക്കിയ ചരിത്രമില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇതെല്ലാ കാലത്തും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടാണ്. ഇപ്പോഴത്തെ സവിശേഷത എന്താ? ഇവിടെ BJPക്കാർ ഹിന്ദു വർഗീയത ശക്തിപ്പെടുത്തുമ്പോൾ ഇവിടെ അവർ ചൂണ്ടിക്കാണിക്കുന്ന വർഗീയത ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്, SDPയുടേതാണ്, വെൽഫെയർ പാർട്ടിയുടേതാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹിന്ദു വർഗീയത BJP ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും വർജിക്കുക, അത് ജനാധിപത്യ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ പറയുന്നത്. എന്ത് പ്രചാരണമാണ് നടത്തിയിട്ടുള്ളത് ശ്രീ M പ്രകാശൻ പാലക്കാട്? കേട്ടില്ല, ഒന്നും പറഞ്ഞു കേട്ടില്ല. 86,000 വോട്ട് നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞ് 10,70,000 വോട്ട് BJP കൊടുത്തപ്പോൾ അന്നുണ്ടാക്കിയ ധാരണയാണ് BJPയുടെ വോട്ടുകൾ ഇത്തവണ നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ എന്താ ഈ 52,000 വോട്ട് കിട്ടിയിരിക്കുന്ന BJPക്ക് 12,000 വോട്ടുകൾ കുറയേണ്ട കാര്യം എന്താ രാഷ്ട്രീയ സാഹചര്യം? അപ്പോൾ ഈ ശ്രീധരന് കിട്ടിയിരുന്നത് മുഴുവൻ BJP വോട്ടുകളാണോ? ഇപ്പോൾ നിങ്ങൾ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ മുഴുവൻ BJP വോട്ടുകളാണോ? BJP വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അല്ല, കിട്ടിയിട്ടുണ്ട്. ഈ ശ്രീധരന് കിട്ടിയത് മുഴുവൻ BJP വോട്ടുകളായിരുന്നോ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളതിൽ ഇല്ലാത്ത എഴുതാപ്പുറം വായിക്കുന്നേ.
ഞങ്ങൾ പറഞ്ഞ കോൺഗ്രസിന്റെ വോട്ടുകളുടെ കൂടെ BJPയുടെ വോട്ടുകൾ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ട്. SDPIയുടെ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ വർഗീയ പാർട്ടികളുടെ വോട്ടുകൾ കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. ശ്രീ എം പ്രകാശൻ, നിങ്ങൾ പറയുന്നതിലെ അപകടം എന്താണെന്ന് അറിയാമോ? ശ്രീ എം പ്രകാശൻ, നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതിലെ അപകടം എന്താണെന്ന് അറിയാമോ? അത് ഏറ്റുപിടിച്ച് BJPയും അതും ആവർത്തിക്കുന്നുണ്ട്. BJPക്കും നിങ്ങൾക്കും ഒരേ പ്രചാരണായുധങ്ങളായിരുന്നു ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറയുകയാണ്, SDPI പോലുള്ള സംഘടനയ്ക്ക് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒന്നാകെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്ന്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന ന്യൂനപക്ഷ വോട്ട് മുഴുവൻ SDPയുടേതാണ് എന്ന രൂപത്തിലാക്കുകയും SDPയെ അങ്ങ് വലിയ ഒരു സംഘടനയാക്കി വളർത്തുകയും ചെയ്യുന്നുണ്ടോ CPM? അതിനൊരു മറുപടി. അത് സുരേന്ദ്രന്റെ മറുപടിയാണ്, ഞങ്ങളുടെ മറുപടിയല്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കിട്ടിയിരിക്കുന്ന മുഴുവൻ വോട്ടുകളും, ഈ പാലക്കാട് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ വോട്ടുകളും ഈ പറയുന്ന SDPയുടെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയോ BJPയുടേതാണെന്നല്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവരുടെ പിന്തുണയോടെയാണ് എന്നാണ്. അത് അധാർമികതയാണ്. ഇന്ന് കെ സുരേന്ദ്രൻ, ഒരു മിനിറ്റ്, താങ്കൾ ഈ 86 ഒന്നും പറയേണ്ട എന്നല്ലേ പറഞ്ഞ ശ്രീ എം പ്രകാശൻ? 86 പറയുന്നില്ല. ഇന്ന് കെ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളാണ്. താങ്കൾക്ക് കൃത്യമായി മറുപടി നൽകാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന നിറം മാറ്റമാണ് നിങ്ങളുടേത് എന്നുള്ളതാണ്. അത് തന്നെ ലീഗും സംശയിക്കുന്നു. അടവ് നയമാണ്. കാരണം അതുവരെ നിങ്ങൾക്ക് ലീഗ് നല്ല പാർട്ടിയായിരുന്നു. ഇപ്പോഴാണ് SDPയുമായി കൈകോർക്കുന്ന പാർട്ടിയായത്. ഇപ്പോൾ LDFന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിക്കാൻ ധാർമ്മികാവകാശമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് പറയുന്ന കാര്യങ്ങൾ, SDPയുമായി ചേർന്നാണ് നിങ്ങൾ കട്ടാങ്കൽ പഞ്ചായത്ത് ഭരിക്കുന്നത്. പത്തനംതിട്ടയിലെ കോട്ടുകാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി LDF ഭരിക്കുന്ന SDPയുമായി ചേർന്നാണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ SDPയുമായി സഹകരിച്ചു ഭരിക്കുന്നു. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ വന്ന അവിശ്വാസം SDPയുടെ സഹകരണത്തോടെയാണ് നിങ്ങൾ നടപ്പാക്കിയത്. ഇതാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അതിനൊരു മറുപടിയുണ്ടോ? ഇതിൽ ഞങ്ങൾ ലീഗിനോട് എടുക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. ലീഗ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്നത് മുസ്ലിങ്ങളെ ആകെയല്ല, മുസ്ലിങ്ങളെ സമ്പന്നന്മാരെയാണ്. നേരത്തെ ഈ ന്യൂനപക്ഷ മേഖലയിൽ ഉയർന്നു വന്നിരിക്കുന്ന വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ലീഗ് ശ്രമിച്ചിരുന്നു. എന്നാൽ സമീപകാലത്തായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും വർഗീയമായി കാണാനും ന്യൂനപക്ഷ വർഗീയതയെ കൂടി കൂട്ടിക്കൊണ്ട് കേരളത്തിൽ UDFനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ വർഗീയ പാർട്ടിയുടെയും പിൻബലത്തോടെ ഞങ്ങൾ ഇവിടെയും ഭരിക്കുന്ന പ്രശ്നമില്ല. അത് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടേക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് അച്ചടക്കലംഘനാണ്, ആ സംഘടനാ തീരുമാനത്തിന് വിരുദ്ധമാണ്. പിന്നെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ വോട്ടെടുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. പഞ്ചായത്തുകളിൽ അവിശ്വാസ പ്രമേയം വരുമ്പോൾ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി കഴിയില്ല. അവിടെയുള്ള വോട്ട് എങ്ങനെയാ? ഭൂരിപക്ഷം നോക്കിയിട്ടുള്ള വോട്ടല്ലല്ലോ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ, ഒറ്റ കൈമാറ്റ വോട്ടല്ലേ. അപ്പോൾ അവിടെ അധികാര സ്ഥാനങ്ങൾ വരുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ ഒരു പഞ്ചായത്തിലും, ഗ്രാമപഞ്ചായത്ത് ആവട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ, ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, ഈ പറയുന്ന വർഗീയ പാർട്ടികളുടെ പിൻബലത്തോടെ ഞങ്ങൾ ഭരിക്കുന്ന പ്രശ്നമില്ല. ഈ കോട്ടുകാൽ പഞ്ചായത്ത് അല്ലെ, പറപ്പൂർ പഞ്ചായത്ത്, ഇതൊക്കെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. പറപ്പൂരിന്റെ ചിത്രം തന്നെ വന്നിട്ടുണ്ട്. SDPI വെൽഫെയർ പാർട്ടി PDP സഹായത്തോടെ പറപ്പൂരിൽ CPMന്റെ പ്രസിഡന്റ് സ്ഥാനം. താങ്കൾ ഈ പത്രക്കട്ടിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പത്രക്കട്ടിങ്ങൾ വായിക്കുന്നത്. ഇവിടെ അല്ല, പത്രക്കട്ടിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ ഭൂരിപക്ഷം പത്രവും നമുക്കെതിരായിട്ട് എന്തെല്ലാം വാർത്തകളുണ്ടാക്കുന്നുണ്ട്. ഫോട്ടോസാണ്. അവിടെ പത്രക്കട്ടിങ്ങൾ മാത്രമൊന്നും കേരളത്തിൽ ആശ്രയിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം. അതെന്താന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഇവരിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ കൂട്ടുകെട്ട് വെച്ചുകൊണ്ട് അല്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് വരിക. ഒറ്റ കൈമാറ്റ വോട്ടാണ്. ഒറ്റ കൈമാറ്റ വോട്ടനുസരിച്ചിടത്തോളം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും പാർട്ടി മറ്റ് മുന്നണിയില്ലാത്ത പാർട്ടി വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഒരു പഞ്ചായത്തിലും ഇവരുമായിട്ട് മുന്നണിയായിട്ട് ഞങ്ങൾ പ്രശ്നമേയില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ. കേരളത്തിലുള്ള ഒരൊറ്റ പഞ്ചായത്തിലും BJP ആയിട്ടോ ഈ പറയുന്ന SDPI, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ വെൽഫെയർ പാർട്ടി ഇവരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് മത്സരിച്ച ഒരൊറ്റ പഞ്ചായത്ത് ഈ കേരളത്തിൽ എവിടെയില്ല. അങ്ങനെ എവിടെയെങ്കിലും മത്സരിച്ചെങ്കിൽ അത് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമാണ്. ഞങ്ങൾ അതിന് സംഘടനാപരമായിട്ട് നടപടിയെടുക്കും. രാജ്യത്തെ പ്രധാനമായിട്ട് കാണുന്നവരാണ് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ പഞ്ചായത്ത് എല്ലാ കാലത്തെയും. അപ്പൊ ഇപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഒന്നിച്ച് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്ക്. ഞങ്ങൾ ഒന്നിച്ച് മുന്നണിയായിട്ട് വോട്ട് തരണമെന്ന് പറഞ്ഞ് മത്സരിച്ചിരിക്കുന്ന ഒരു മുന്നണി ഒരു കാരണവശാലും BJP ആയിട്ടില്ല, SDPI ആയിട്ടില്ല, ജമാഅത്ത് ഇസ്ലാമി ആയിട്ടില്ല, വെൽഫെയർ പാർട്ടിയുമായിട്ടില്ല. അവരുമായിട്ട് മുന്നണിയോ കൂട്ടുകെട്ടോ ധാരണയോ ഒരു ഭരണ സംവിധാനത്തിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയില്ല.
ഈ നിലപാട് പറയാൻ ഞങ്ങൾക്കേ ആവൂ. ഞാൻ അടുത്ത ഇവിടെ ഘട്ടത്തിൽ കോൺഗ്രസും കുറച്ച് ലീഗും കണക്കുകളും BJP ചേർന്നിട്ട് കുറച്ച് സ്ഥലങ്ങളിലെ ഒന്നിച്ച് വിശദാംശങ്ങൾ മത്സരിച്ചിട്ട് താങ്കൾക്ക് അടുത്ത ഘട്ടത്തിൽ തരാം. നമ്മൾ രണ്ടുപേരും ആകാം.